എല്ലാവർക്കും നമസ്കാരം. ഇത്തവണ നമ്മുടെ മീറ്റിംഗ് എന്ന് പറയുന്നത് കക്കാടംപൊയിലുള്ള ഫോഗി മൗണ്ടൻ പാർക്കിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ. സ്കൂൾ അടച്ചതുകൊണ്ട് ഗ്രാൻഡ് പാരൻസിന് ചെറിയ കുട്ടികളെയും കൂടെ നോക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് കുട്ടികളെയും കൂടെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രകൃതി ഭംഗി പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ. അത്രയും പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. നോക്കൂ, നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ ഞങ്ങൾ ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ യാത്ര ചെയ്ത് അവിടെ എത്താറായി. അപ്പോൾ ഇവിടെ കുറേ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അഡ്വഞ്ചറസ് കം കിഡ്സ് പാർക്കാണ് കേട്ടോ ഇത്. കൂടുതലായിട്ടും കുട്ടികൾക്കായിരിക്കും ഇവിടെ പോയാൽ നല്ല രസമുണ്ടാവുക. നമുക്ക് വലിയവർക്ക് കുഴപ്പമില്ല. പൂളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ അതുപോലെ റെയിൻ ഡാൻസ് ഉണ്ട്, പിന്നെ കയാക്കിങ്, അതുപോലെ സൈക്കിൾ ബോട്ടിങ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. വലിയവർക്കും ഇതൊക്കെ പരീക്ഷിക്കാവുന്നതാണ്. പിന്നെ എന്താ പറയുക, കുറേ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സിപ്പ് ലൈൻ ഉണ്ട്, അതുപോലെ സ്കൈ സൈക്ലിംഗ് ഉണ്ട്. അങ്ങനെ കുറേ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കുറച്ച് ഗെയിമിങ്സൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു കുഞ്ഞു പാർക്കാണ് കേട്ടോ. ഒരുപാട് വലിപ്പമൊന്നുമില്ല, എങ്കിലും അത്യാവശ്യം നല്ല ഒരു പാർക്കാണ്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയത് 11 മണിക്കാണ് അവിടെ തുടങ്ങുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വരികയാണെങ്കിൽ നിങ്ങൾക്ക് വൈകുന്നേരം വരികയായിരിക്കും ഏറ്റവും നല്ലത്. രാവിലെ വരുമ്പോൾ ഭയങ്കര വെയിലായിരിക്കും, പ്രത്യേകിച്ച് ഈ സമയത്ത്. ഇപ്പോൾ മഴ തുടങ്ങി, അതുകൊണ്ട് കുഴപ്പമില്ല. വൈകുന്നേരങ്ങളിലാണെങ്കിൽ നല്ല രസമായിരിക്കും. സന്ധ്യ വരെ നമുക്കവിടെ 8 മണി വരെ ഉണ്ട് അവിടെ. അപ്പോൾ കുട്ടികളെയും കൊണ്ടൊക്കെ പോവുകയാണെങ്കിൽ, ഫാമിലിയായിട്ട് പോവുകയാണെങ്കിൽ നല്ല ഒരു സ്ഥലമാണ്. അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു ജലാശയം. അവർ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയെടുത്താന്ന് തോന്നുന്നു. ഇവിടെയാണ് പെഡൽ ബോട്ടിങ്ങും സൈക്കിൾ ബോട്ടിങ്ങും ഒക്കെ നടത്തുന്നത്. പിന്നെ ഇതിന് മുകളിൽ കൂടിയാണ് സ്കൈ റൈഡിങ്, എന്താ പറയുക, റോപ്പ് വേ ഉള്ളത്. ഈ ജലാശയത്തിൻ്റെ മുകളിൽ കൂടിയാണ് അവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വളരെ ഭംഗിയായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ മരങ്ങളൊക്കെ കുറവായതുകൊണ്ട് നല്ല വെയിലത്ത് പോകുമ്പോൾ നമുക്ക് കുറച്ച് പ്രയാസം അനുഭവപ്പെടും. അപ്പോൾ എൻട്രൻസിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ജീപ്പിന് കൊണ്ടുപോകുമെന്ന് അറിയാൻ കഴിഞ്ഞു. അത് ഞങ്ങൾ പിന്നീടാണ് അറിഞ്ഞത് കേട്ടോ. അത് എല്ലാവർക്കും സൗകര്യമായിരിക്കും. വയ്യാത്ത ആൾക്കാർക്കൊക്കെ നടന്നു പോകാനൊക്കെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ കുറച്ച് ദൂരം നടക്കാനുണ്ട്. അപ്പോൾ സാധാരണയായിട്ട് അവർ വണ്ടിയിൽ കയറ്റിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കുകയാണ് ചെയ്യുക. അത് നമുക്കറിയില്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്നതാണ്. അപ്പോൾ ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ അവിടെ ക്യാൻറ്റീനുണ്ട്. ക്യാൻറ്റീനിൽ 11 മണിക്ക് നമുക്ക് ചെന്നാൽ ചിലപ്പോൾ ഒന്നും കിട്ടിയെന്നൊന്നും വരില്ല. ഒരു 11, 11:30, 12 മണിയൊക്കെ ആകുമ്പോഴേക്കേ ചായയൊക്കെ ആവുള്ളൂ അവിടെ. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് വൈകിയിരുന്നു ഭക്ഷണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, ചായയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു പക്ഷേ നേരം വൈകി തുറന്നതുകൊണ്ടായിരിക്കാം. എന്നാലും നല്ല സൗകര്യമുള്ള സ്ഥലമാണ് ക്യാൻറ്റീൻ. അവിടെ നല്ല വാഷ്റൂമുണ്ട്, ഒക്കെ നല്ല നീറ്റാണ് കേട്ടോ. അതൊക്കെ വളരെ സൗകര്യമുള്ളതാണ്. അപ്പോൾ എന്താ പറയുക, ഒരു ദിവസം നമുക്ക് ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ സ്ഥലങ്ങൾ നമ്മളെ വീഡിയോയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പോയി കണ്ടു നോക്കൂ. അതൊക്കെ കോഴിക്കോട് ജില്ലയിലും കോഴിക്കോടിനോട് അടുത്തുള്ള പ്രദേശങ്ങളിലുള്ള ഇത്തരത്തിൽ 1 ഡേ പിക്നിക് സ്പോട്ട്സ് നമ്മൾ കുറേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും പോയി കാണുക. അപ്പോൾ നമ്മളവിടെ കാര്യമായിട്ട് ചെയ്തത് വലിയ അഡ്വഞ്ചറസ് ഗെയിംസ് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. നമ്മൾ എന്താ പറയുക, റോപ്പ് വേ ആണ് നമ്മൾ പരീക്ഷിച്ചത്. 3 പേര് സീറ്റിൽ ഇരുന്നിട്ട് ഡ്രൈവറും ഉണ്ടാവും. അങ്ങനെ ആ റോപ്പ് വേ മാത്രമാണ്. കുറേ കയറാനുണ്ട് കേട്ടോ. എല്ലാവരും ആഞ്ഞു പിടിച്ച് കയറുന്നുണ്ട്. അതിന് മുകളിൽ എത്തണമെങ്കിൽ കുറച്ച് കയറാനുണ്ട്. അപ്പോൾ ഈ റോപ്പ് വേ മാത്രമാണ് ഞങ്ങൾ എന്താ പറയുക, ഒരു അഡ്വഞ്ചറസ് ഗെയിം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ടിക്കറ്റ് എടുത്തത് ഇതിന് മാത്രമാണ്. കാരണം 11 മണി കഴിഞ്ഞു, 11:30, 12 മണി ആവാറായി. ഞങ്ങൾ ചായയൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ. പിന്നെ അത്രയും സമയം ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഭക്ഷണം കഴിച്ചു. റോപ്പ് വേ ഇതാണ് കേട്ടോ. ആകാശത്തൂടെ നമുക്ക് ഇങ്ങനെ പോകാം. അതിലൊരു ഡ്രൈവറും ഉണ്ടാവും. 3 പേർക്ക് ഇരുന്ന് പോകാവുന്ന രീതിയിലാണ് ഇതുള്ളത്.
4 പേർക്ക് ഇരിക്കാം. അതിലൊന്ന് ഡ്രൈവറായിരിക്കും. അവരുടെ തന്നെ ഒരു സ്റ്റാഫായിരിക്കും ഉണ്ടാവുക അത് കൺട്രോൾ ചെയ്യാൻ. അപ്പോൾ അത് നല്ല രസമായിരുന്നു കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. കുറച്ച് ദൂരേ ഉള്ളൂ എങ്കിലും നല്ലൊരു രസമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത്. കുഴപ്പമില്ല, അത്രയും സ്ഥല സൗകര്യം ഉള്ളൂ അവിടെ. അപ്പോൾ അതിനനുസരിച്ച് അവർ നന്നായിട്ട് ഇന്ന് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ പ്രകൃതി ഭംഗി പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. കണ്ടില്ലേ എന്തൊരു ഭംഗിയാന്ന് നോക്കൂ. ബാക്ക്ഗ്രൗണ്ട് നല്ല രസമാണ്. റോപ്പ് വേൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് കേട്ടോ ഇത്. കണ്ടില്ലേ മലകളും കുന്നുകളും ഒക്കെ ആയിട്ട് നല്ല രസമാണ് കാണാൻ. അപ്പോൾ റോപ്പ് വേ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കാൻ പോയി. ഭക്ഷണമൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. വെജിറ്റേറിയൻ ഫുഡായിരുന്നു നമ്മൾ പറഞ്ഞത്. കാരണം ആർക്കും നോൺ വെജിറ്റേറിയൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വെജിറ്റേറിയൻ ഫുഡാണ് പറഞ്ഞിരുന്നത്. പക്ഷേ വെജിറ്റേറിയൻ ഫുഡ് അത്രത്തോളമൊന്നും അവർക്കറിയില്ലെന്ന് തോന്നുന്നു. എല്ലാവർക്കൊന്നും വെജിറ്റേറിയൻ ഫുഡ് അത്ര നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയുന്നുണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡ് കുഴപ്പമില്ല, അത്രേ പറയാൻ പറ്റൂ. നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ നല്ല ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട് അവിടെ. അതിനുശേഷം നമ്മൾ ഈ റോപ്പ് വേ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയത്. അതിനുശേഷം നമ്മൾ പൂളും അതുപോലെ റെയിൻ ഡാൻസും അതാണ് നമ്മൾ സെലക്ട് ചെയ്തത്. മറ്റുള്ള അഡ്വെഞ്ചറസ് ഗെയിംസിലൊന്നും എല്ലാവർക്കും ഒന്നും കയറാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ അത് ഒഴിവാക്കി. പിന്നെ ഒരു ദിവസം ജസ്റ്റ് വീട്ടിൽ നിന്നൊന്ന് മാറി ഒന്ന് റിലാക്സ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഉദ്ദേശം. അതുകൊണ്ട് നമ്മൾ റൈഡിനൊന്നും അത്ര പ്രാധാന്യം കൊടുത്തില്ല. നമ്മളെല്ലാവരും കൂടെ ഒത്തൊരുമിച്ചിരിക്കുക, സംസാരിക്കുക, കളിചിരികളൊക്കെ പറഞ്ഞിരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമാണ് നമ്മുടെ ഈ ഇങ്ങനെയുള്ള യാത്രകൾക്കുള്ളത്. വീട്ടിലുള്ള പ്രാരബ്ധങ്ങൾക്കൊക്കെ ഒന്ന് എന്താ പറയുക അവധി കൊടുത്തിട്ട് ഒരു ദിവസം ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കേട്ടോ. സ്പാൻഡെക്സിൻ്റെ ഡ്രസ്സ് ഇടാൻ സമ്മതിക്കുള്ളൂ അവരെ, കോട്ടനൊന്നും ഇടാൻ സമ്മതിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് ടീഷർട്ടും പാൻറ്റും ഒക്കെ വാങ്ങി. അതിനുശേഷം നമ്മൾ പൂളിലിറങ്ങി. പൂളിലെല്ലാവരും നന്നായിട്ട് ആസ്വദിച്ചു കേട്ടോ. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു പൂളിൽ. നന്നായിട്ട് 1 മണിക്കൂറിലധികം എല്ലാവരും ശരിക്കും പൂളിൽ കഴിച്ചു കൂട്ടി. പിന്നെ വേവ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് കിട്ടിയില്ല വീഡിയോ. വേവ്സ് ഉണ്ടാവുന്ന ഒരിതുണ്ടായിരുന്നു, അത് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ കുറേശ്ശെ വേവ്സ് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ അത് കണ്ടിന്യൂസ് ഇങ്ങനെ ഫിൽറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. വെള്ളമൊക്കെ വളരെ സേഫാണ്, അത് പേടിക്കാനൊന്നുമില്ല അങ്ങനത്തെ വെള്ളത്തിൽ ഇറങ്ങുന്നത് കൊണ്ട്. അപ്പോൾ സതി ടീച്ചർ കണ്ടില്ലേ പോകുന്ന നോക്കൂ. തീരെ വയ്യ ടീച്ചർക്കെങ്കിലും ടീച്ചറിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ശരിക്കും സമ്മതിക്കേണ്ടതാണ്. അപ്പോൾ നല്ല രസമായിരുന്നു പൂളിൽ. എല്ലാവരും കൂടെ കുറേ അർമാദിച്ചു ശരിക്കും പൂളിൽ. അതിന് ശേഷം നമ്മൾ റെയിൻ ഡാൻസിന് പോയി. റെയിൻ ഡാൻസും കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് വൈകുന്നേരത്തെ ചായ ഉണ്ടായിരുന്നു, ചായയും സ്നാക്സും ഒക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് മടങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ കണ്ടു നോക്കൂ. അങ്ങനെ കുളിയും റെയിൻ ഡാൻസും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഒരു ദിവസം ഞങ്ങൾ ഇവിടെ ഇങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് സ്പെൻഡ് ചെയ്തു. എന്താ പറയുക, ഈ ഉച്ചയ്ക്ക് ശേഷമുള്ള പരിപാടികളായിരുന്നു എല്ലാവർക്കും വളരെയധികം രസം പിടിച്ചത്. പക്ഷേ നമുക്ക് ഒരുപാട് റൈഡുകളിലൊന്നും കയറാൻ പറ്റിയില്ലെങ്കിലും ഇവിടുത്തെ ഈ ഒരു എന്താ പറയുക പ്രകൃതി ഭംഗിയാണ് നമ്മളെ വല്ലാതെ ആകർഷിച്ചത്. സത്യം പറഞ്ഞാൽ പൈസ മുതലായി എന്നൊക്കെ പറയില്ലേ നമ്മൾ, അത് കാശ് ശരിക്കും മുതലായി കേട്ടോ.
ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലം വയനാട് ഭാഗങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത് അസാധ്യ ഭംഗിയാണ് കേട്ടോ. ശരിക്കും നമ്മൾ വന്ന് കാണേണ്ടത് തന്നെയാണ്. അത്രയും ഭംഗിയുള്ള സ്ഥലമാണ്. കേരളത്തിലെ ഊട്ടി എന്നൊക്കെയാണ് പറയപ്പെടുന്നത് ഈ സ്ഥലത്തിന്. നല്ല തണുപ്പാണെന്ന് പറഞ്ഞു, രാത്രിയൊക്കെ നല്ല വേനൽക്കാലത്തും നല്ല തണുപ്പാണെന്ന് പറഞ്ഞു അവിടുത്തെ എൻജിനീയർ. അദ്ദേഹം കുറേ നേരം നമ്മളായിട്ട് സംസാരിക്കണ്ടായി. അപ്പോൾ കണ്ടു നോക്കൂ കേട്ടോ, എന്തൊരു ഭംഗിയാണ് നോക്കൂ, പ്രകൃതി ഭംഗി കാണാൻ. അത് കുറേ നമ്മൾ ക്യാമറയിൽ പകർത്തി. അപ്പോൾ കണ്ടു നോക്കൂ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത് കേട്ടോ. കറക്റ്റ് ടൈമിന് എനിക്കിപ്പം വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ക്ലിയർ ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ എന്താ പറയുക, യോഗ ക്ലാസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ടൈമിന് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാറില്ല അധികവും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കൂടുതൽ നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതാണ്. അപ്പോൾ കണ്ടു നോക്കൂ.